അത് നീ ഇറങ്ങിയില്ലയോ? എത്ര നേരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുക. ക്രിസ്മസ് ആയിട്ട് മനുഷ്യനെ വലിക്കല്ലേ, സാധനമായിട്ട് പെട്ടെന്ന് വാ. ആ സുനീഷേ, എന്താ പരിപാടി ക്രിസ്മസ് ഒക്കെ ആയിട്ട് രാത്രി? അച്ഛായ രണ്ടെണ്ണം അടിക്കാൻ തരുന്ന നിൽക്കുക. നമ്മുടെ ജയനുണ്ടല്ലോ, അവനൊരു സാധനമായിട്ട് വരാന്ന് പറഞ്ഞു. പിന്നെ ക്രിസ്മസ് ആയിട്ട് തന്നെ എന്തുകൊണ്ട് അച്ഛായ വിശേഷം? ക്രിസ്മസ് ആയിട്ട് നീ അടിക്കാൻ നിൽക്കുകയാണോ? ആണച്ചായ, സാധനം ഒന്നും കിട്ടാനില്ലെന്നേ, അതല്ലേ ഇവനെ കാത്തിട്ട് വെയിറ്റ് ചെയ്യുന്നേ. അവൻ വരുമോ? ക്രിസ്മസ് ആയിട്ട് നിനക്ക് അടിക്കാൻ പറ്റുമോ? വരുമെന്നാ അച്ഛായ പറഞ്ഞത്. നീ ഒരു കാര്യം ചെയ്യ്, അവനോട് വിളിച്ചു പറ വരണ്ടാന്ന്. എന്റെ കയ്യിലൊരു കുപ്പി സാധനം ഇരിപ്പുണ്ട്, അത് ഞാൻ നിനക്ക് തരാം. ഞാനിപ്പോ അടിയില്ലല്ലോ. എന്നാ പിന്നെ അത് മതി. അവനെ വിളിച്ച് പറഞ്ഞേക്കല്ലയോ. അളിയാ ഞാനേ പെങ്ങടെ വീട് വരെ ഇന്ന് പോകണം. അത് കാരണമേ ഇന്ന് ഞാൻ കാണത്തില്ല. നീ അടിച്ചു വേണ അച്ഛനും ഇച്ചിരി കൂടും. ക്രിസ്തു ജനിച്ച ദിവസമല്ലേടാ ക്രിസ്മസ്. ആണല്ലേ? അപ്പൊ ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പേ ആരെങ്കിലും ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ടോ? അതെങ്ങനെ കാണും? എന്തോ മണ്ടത്തരോടായി ചോദിക്കുന്നത്. അതങ്ങനാണെങ്കിലേ ക്രിസ്തു ജനിച്ചപ്പോഴേ അത് ക്രിസ്തുവാന്ന് എങ്ങനെ മനസ്സിലായി? നീ വന്നേ നിനക്ക് സാധനം എടുത്തു തരാം. ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന സാധനം അടിച്ചുകൊണ്ടെങ്കിൽ ചെന്ന് വീടരുത്. നീ വീട്ടിൽ കൊണ്ടുപോയി അടിച്ചാൽ മതി. വാ എടുത്തു തരാം അത്. പിന്നെ ഇത് ഞാനാ തന്നെന്ന് ആരോടും പറയരുത്. വാ. സ്കോച്ചാന്ന് തോന്നുന്നു, ഞാനൊന്ന് പൊളിക്കും. വേഗം കൊണ്ടുപോയി അടിച്ചോ. ഒരു കുപ്പി സാധനം പറഞ്ഞിട്ട് പിന്നെ ഇതൊരു കുപ്പിയിലല്ലേ തന്നത്, കുറച്ചടിച്ചാ മതി. പെട്ടെന്ന് തലയ്ക്ക് പിടിക്കുന്ന സാധനം അധികം വന്നായി കൊണ്ടുപോര്. ഞാൻ ഇവിടുത്തെ ചായപ്പ് വെച്ചേക്കാം. നീ ന്യൂ ഇയർ ഒക്കെ അല്ലേ വരുന്നത്, നിനക്ക് തന്നെ അടിക്കാം. അപ്പൊ ഹാപ്പി ക്രിസ്മസ്.